อาหารกลางวันเสร็จแล้วก็สามารถไปเที่ยวกันได้ഇവിടെ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്ന് പ്രൈവറ്റ് ക്യാബ്. ഓക്കെ ഗൈസ്, ഇതെല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല ഭംഗിയാണ്. അതുപോലെ ഇത് ഈ മുകളിൽ ഇട്ടിരിക്കുന്ന എല്ലാം ബോട്ടിൽസ് ആണ് കണ്ടോ. ഇതെല്ലാം മിനറൽ വാട്ടേഴ്സിൻ്റെ ബോട്ടിലാണ്. അതെല്ലാം അവർ റീയൂസ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതുപോലെ ഇത് നോക്ക്, ഇവരെ ബ്യൂട്ടിഫുൾ അംബ്രല്ലയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. മൊത്തം നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വാക്കിംഗ് സ്ട്രീറ്റിലൂടെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവർ പറയുന്നത് ഈ ഡ്രസ്സിൽ 15 ഫോട്ടോസ്, ഒരു ജോഡി ഡ്രസ്സിൽ 15 ഫോട്ടോസ് 500 ബാത്താണ്. നല്ല ഇഷ്ടപ്പെട്ടെ. നമുക്ക് ആ സൈഡ് നോക്കാം. ഇതൊക്കെ എന്താന്ന് അറിയത്തില്ല. മെഴുകാണ് കേട്ടോ, ക്യാൻഡിൽസ് ആണ്. അംബാവയിൽ പോയ പോലൊക്കെ കാണാം, പക്ഷെ ഇതെല്ലാം വാക്കിംഗ് സ്ട്രീറ്റിൽ നമ്മൾ എടുത്ത്. ഇതാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ നമ്മുടെ കരിക്ക് വാങ്ങിച്ച്, കരിക്ക് ഇവർ ഇതുപോലെ ഷേപ്പിന് കട്ട് ചെയ്യും. നോക്ക്, കട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഷേപ്പിന് കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ബൗളാക്കി നടുക്കൊരു ഹോളിട്ട് സ്ട്രോ ഇട്ടാണ് തരുന്നത്. നമ്മുടെ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന കള്ളിൻ്റെ ടേസ്റ്റ്, അപ്പത്തിന് യൂസ് ചെയ്യുന്ന കള്ളില്ലേ, കള്ളപ്പത്തിന്, അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ നോർമലി ഇന്നലെ കണ്ട പോലെ ഒക്ടോപ്പസ്, കണവ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. മൊത്തം ഫുൾ ഇത് തന്നെയാണ്. പ്രൈസ്, ഫ്രൂട്ട്സ്, പിന്നെ ഫുഡ് ഐറ്റംസും അമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഡിക്ഷണറിയിൽ കണ്ടത്. ഇതൊക്കെ കണ്ടാണെങ്കിൽ ഇങ്ങോട്ട് വന്നത് തന്നെ. ചിക്കൻ മോമോസ്, എടുക്കണം. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ചായ ഇട്ട് കൊടുക്കും. നമ്മുടെ നൊങ്ങില്ലേ, പനനൊങ്ങ് വെച്ചിട്ടുള്ള ഒരു കേക്ക് എന്നവർ പറഞ്ഞത്. നമ്മുടെ കുമ്പിളപ്പം പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് പാൻ കേക്കാണ്, ജാക്ക് ഫ്രൂട്ടിൻ്റെ. ഇത് നോക്കാം, ഇതെടുക്ക്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ടൊടി പാം കേക്ക് എന്നവർ പറഞ്ഞത്. അതായത് നമ്മുടെ പനനൊങ്ങ് വെച്ചിട്ടുള്ള എന്തോ ഒരു ഇതാണ് പാൻ കേക്ക്. 2 ഓക്കെ ഫൈൻ. ഓക്കെ. ഓ, ഇത്രയും ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. കഴിച്ചു നോക്കൂ. അതുപോലെ ജാക്ക് ഫ്രൂട്ട് പാൻ കേക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാമോ? ഇത് എങ്ങനെയാട്ടോ ഇത് ഉണ്ടാക്കുന്നത്? Ice cream.
Hey, ice cream. Hey, ice cream. Up. Okay. Hey, ice cream. Hey. Okay. Up. അല്ല Okay. Hey, ice cream. ഓക്കെ Okay. Ice cream. Hey. കൊടറ മാതിരിയായിരിക്കും നിങ്ങൾ മലയാളികൾ അറിഞ്ഞൂടാ. Okay. Hey. Hey. Ice cream. അവളോട് കളിക്കരുത്, Hey. എന്തൊക്കെ കളിച്ച കൈ അവളോട് പിടിച്ചാ കളിക്കരുത്. കടിക്കും. അവളാൾ പിശകാണ്, Okay. അവളോട് കളിക്കരുത്. Okay. Oh, ice cream. Okay. അയ്യേ Okay. നോ Okay. Okay. Hey. അവളോട് കളി ഞാൻ അടിക്കാൻ മിക്കവാറും അവളോട് കളിക്കരുത്. ക്ഷമ പരീക്ഷിക്കും. Tết 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 up. Tết. Oh, Tết Tết Tết. Tết Tết. Tết. Up. Oh. Come here. Okay. എനിക്ക് അത്ര ചിരി വരണില്ല, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ സ്വഭാവം ഇവനെ അറിയത്തില്ല. Okay. Up. 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 Hey. Give me balance, okay? 500. ഈ തേടി എത്തിയ സാധനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ഇത് പുഴു, ഫ്രൈഡ് ക്രൈസാലിസ് പുഴുവാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ഗ്രാസ് ഓപ്പർ, അതായത് നമ്മുടെ പച്ചക്കുതിര. ഇത് നമ്മുടെ ക്രിക്കറ്റ് വെട്ടിൽ. ഇത് എന്തോ ഒരു പക്കിയാണ്. ഇത് ബീറ്റിൽസ്, നമ്മുടെ ബീറ്റിൽസ് ഇല്ലേ, ഇൻസെക്റ്റ് അത്. ഇത് ബാംബൂല് കാണുന്ന വോംസ്. സോ നമ്മളുടെ ഈ കടയിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ തേള്. ഇതാണ് നേഞ്ചേട്ടന് ഇഷ്ടപ്പെടുന്ന സാധനം. കഴിച്ച് നോക്കാൻ വേണ്ടി ഇവിടെ എന്തായാലും നോക്കാം. ഇത് വീണ്ടും ക്രോക്കഡൈൽ. നമ്മളിത് വീണ്ടും മുതലെടുക്കാൻ വന്നു. മുതല ഫ്രൈ. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ ക്രോക്കഡൈൽ. അവരത് അങ്ങനെ പ്രിസർവ് ചെയ്തേക്കോ തോന്നല്ലേ. ഭയങ്കര റേറ്റാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല മേടിക്കാനായിട്ട്. പക്ഷെ ഉണ്ണി എന്തൊക്കെയോ ഓടി നടന്ന് റെഡ് മേടിക്കുന്നുണ്ട്. കളർ. ഞാൻ ബാർഗെയിൻ ചെയ്ത് ഒരു വിഷറി ഒരു ആനക്കുട്ടിയെ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര കൊടുത്ത് ബാർഗെയിൻ ചെയ്ത്? ഇത് 50 രൂപയ്ക്ക് തന്നത്. അതോ ഇത് 100 രൂപ. അരോമയുള്ള ഇതാണ് കേട്ടോ ക്യാൻഡിൽ. ഇത് കത്തിച്ച ശേഷം നല്ല മണമായിരിക്കും പൂ മൊത്തം. ഞാൻ പക്ഷെ ഇതെല്ലാം റീസൈക്കിൾഡ് പ്രോഡക്ട്സ് വെച്ചിട്ട് ആക്കിയിരിക്കുന്നതാണ് കേട്ടോ. എല്ലാം ബോട്ടിൽസാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഫുള്ള് ബോട്ടിൽസ് ആയിട്ടുള്ള വർക്കാണേ. ഇവിടെ കുറേ മലയാളീസിനെ കണ്ടല്ലേ. ഇവിടെ ഒരുപാട് മലയാളീസ്. ആ 3 ആനയെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ചെറിയ ലീഫാണ്. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. സ്കോർപ്പിയോൺ. ഇവിടുന്ന് പച്ചവെട്ടിനെയും പിടിച്ചോണ്ട് വന്ന് ഇട്ടേക്കോ. വീഡിയോയില്
തേളിനകത്ത് വിഷവാ, നീ കളിക്കില്ലേ വെറുതെ. ഇത് വാങ്ങണോ? കുറച്ചുകൂടി ഓക്കെ. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് 3 എണ്ണം 200 രൂപ നെഗോഷിയേറ്റ് ചെയ്ത് തന്നില്ല, അതുകൊണ്ട് അവർ കുറച്ചുകൂടി സാധനം അതിനകത്ത് ഇട്ടു. ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ ടേസ്റ്റ് ചെയ്തായിരുന്നു, ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നില്ല. ഇന്ന് വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇത് മാംഗോ സ്റ്റിക്കി റൈസ് ആണ് കേട്ടോ. പോർക്കാണിത്, പോർക്ക്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ എന്തോ ഒരു ബോട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത്. അതുപോലത്തെ ആ വ്യൂ നോക്കുക ഗൈസ്, ഭയങ്കര അടിപൊളിയാണ്. കണ്ടോ ഇവിടെ കുറേ ഈ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളുടെ ഷോപ്പ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ, ഭയങ്കര എബോവ് 500, 380 ഒക്കെ. ഇത് 200 ബാത്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല കളർ കോംബോയും കൊള്ളാം. അപ്പം ഞാൻ ഇതെടുത്ത്, ഇതിന് 200 ബാത്താണ്. ഇതുവഴി നമ്മൾ കയറി അപ്പുറത്തോട്ട് പോകാതെ ആ സൈഡൊക്കെ കാണിക്കും. വരുന്ന എല്ലാം പിടിക്കണം. ചെറിയ ഫുഡിൻ്റെ ഫുഡ് സ്പോട്ടാണ്. അപ്പം വള്ളത്തിൽ വന്ന് ഇങ്ങനെ കഴിക്കും ആൾക്കാർ, എന്നിട്ട് നടന്ന് ഇങ്ങനെ പോകുന്നവരും കഴിക്കും. കണ്ടോ, കൊടുത്തേക്കുന്ന ഇതന്നെ. ഇതെല്ലാം ക്യാൻഡിൽസ് ആണ്, അരോമാറ്റിക് ക്യാൻഡിൽസ് ആണ്, കത്തിക്കുമ്പോൾ മണം വരും. അതുപോലെ ഇവിടെയാണ് സ്വീറ്റ് കട. വയസ്സിന്നൊരു മനുഷ്യരുടെ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് ബുദ്ധയുടെ. നെക്സ്റ്റ് നമ്മളിനി ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഭംഗിയും പിന്നെ ഇങ്ങനെ ഫ്ലോട്ടിങ്ങും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട്. ഇതും റീസൈക്കിൾ ചെയ്ത ബോട്ടിലും. ആക്ച്വലി ഐ ആം വെരി ഹാപ്പി. കണ്ടോ, നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായി പോയേനെ. കാരണം അമ്പാവ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് സൂപ്പറാണ്. നമ്മളെ സാധനങ്ങൾ അതുപോലെ അഗെയിൻ ഇവിടെ ക്രാഫ്റ്റ് റീസൈക്കിൾ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ക്രാഫ്റ്റ് അവിടുത്തെ ഏകദേശം 300-350 രൂപ അടുപ്പിച്ച് വരും. കണ്ടോ, ഇതെല്ലാം ഓരോ ഷോപ്സ് ആണ്. ആ നടക്കുന്ന പെമ്പിള്ളേരെ കണ്ടോ, അവർ ഇതേപോലെ നമ്മൾ എടുക്കുകയും പറഞ്ഞാണ് ഡ്രസ്സ് തരാം ഇട്ടുകൊണ്ട് നടക്കാനെന്ന്. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാട്ടോ. ഇത് നോക്ക്, കണ്ട, ഇത് എൻ്റെ അടുക്കുകയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. വന്നേ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ആരാന്നറിയത്തില്ല, ഇവിടുത്തെ രാജാവാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ പുതിയൊരു സ്ഥലത്തോട്ട് വന്നിരിക്കുക. അൽക്കസർ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. അവിടെ പാക്കേജിലുള്ളതാ. അതായത് മറ്റേ ഗേൾ നല്ല തിരക്കാണ്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അൽക്കസർ ഷോയുടെ ടിക്കറ്റ് നമ്മൾ 2 പേരും ടിക്കറ്റാണിത്. 50 ആവും തുറക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ഇവരും മലയാളീസാന്ന് തോന്നുന്നു. J2 വെള്ളം ഷോ നടക്കുന്ന സ്ഥലം. ഷോ കാണാൻ ഇവിടെ സീറ്റിംഗ് ഉണ്ട്, പക്ഷെ മലയാളീസ് എല്ലാം അവിടെ ഇടിച്ചു കയറി തെള്ളി. നമ്മൾ ഇങ്ങോട്ട് ഇരിക്കുകയാണേ. നമ്മുടെ സീറ്റ് ഇവിടെ 2 നമ്മൾ ഇങ്ങോട്ട് ഇരിക്കുക. നമ്മളപ്പോൾ അൽക്കസർ ഷോ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. 8 മണിക്ക് കറക്റ്റ് തുടങ്ങും. ഇപ്പോൾ 7:58 ഇപ്പോൾ തുടങ്ങും. ഈ അൽക്കസർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഇട്ടിട്ട് വളരെ നല്ല കൊറിയോഗ്രഫി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടത്തുന്ന ഒരു കൾച്ചറൽ ഡാൻസാണ് ഇവരുടെ. ഇതിനകത്ത് ബോയ്സും ഗേൾസും ഉണ്ടെന്നാണ് നമ്മൾ തിരക്കിയപ്പോൾ പറഞ്ഞത്. അങ്ങനെയുള്ള ഷോ ആണ്. പിന്നെ ഇത് വളരെ ഫേമസ് ആണ്, വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ളൊരു തായ്ലൻഡിലെ പ്രധാന ഒരു ഷോയാണ് അൽക്കസർ ഷോ. നമുക്ക് കാണാം. Sawadee Khop and welcome to the world-famous Alcazar Cabaret. Celebrating over 20 years of spectacular entertainment,
with a dazzling display of world-class performances, showmanship and choreography, magnificent costuming, stunning, mystical musical journey of dance and song that spans the globe. As our performers are preparing to whisk you away to a fantasy land of sights and sounds, open your senses and let your imagination run free. And now, ladies and gentlemen, the world-famous Alcazar Cabaret is proud to present our most stunning show to date. Please put your hands together and give a very warm welcome to our very talented troupe of entertainers, because it's showtime. Hey. നമ്മൾ മാത്രം കേട്ടോ അടുത്ത് നിൽക്കണേ. അത് കുഴപ്പമില്ല. നീ നോക്കിയേ. ഇതെല്ലാം ഈ ഷോയിലുള്ള പെർഫോമേഴ്സ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇവരെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ 200 രൂപയാണ്. 200 ബാത്താണ് ഇവിടുത്തെ. അതിന് വേണ്ടി നിൽക്കുവാണ്. അവിടെ നിന്നിങ്ങനെ വിളിക്കും ഫോട്ടോ എടുക്കാൻ. ഗൈസ്, ആ വാനിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ കേരള ഹൗസ് റെസ്റ്റോറൻറ്റ് നോക്കി നടക്കാം. അപ്പം അയാൾ നമ്മളെ ഇറക്കിയിട്ട് പറഞ്ഞ് ടുക്ക് ടുക്ക് കയറിയിട്ട് 30 നമ്മൾ കേരള ഹൗസ് നടക്കുക കേട്ടോ. കേരള ഹോട്ടലുണ്ട്. ഇത്രയും ദിവസത്തെ യാത്രയും അയ്യോ എന്തൊരു ആശ്വാസമില്ലേ അത് കണ്ടപ്പം. ഊണ് റെഡി. വല്ലാത്തൊരു സന്തോഷം. ഞാൻ കേറാൻ പോവാണ് കൈ സന്തോഷത്തിൽ. നമ്മൾ അങ്ങനെ കേരള ഹോട്ടലിൽ വന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ചപ്പാത്തിയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ വറുത്തരച്ച ചിക്കൻ കറി, ചേട്ടൻ പൊറോട്ടയാണ് പറഞ്ഞത്, പിന്നെ ഒരു സലാഡ്. ഇത്രയാണ് കേട്ടോ നമ്മളിന്ന് ഡിന്നറിന് പറഞ്ഞത് കേരള ഹൗസിൽ നിന്ന്. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറി, പൊറോട്ടയും ചിക്കൻ കറി. നമ്മൾ
കേരള ഹോട്ടലിൽ നിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റുള്ള. അപ്പം അതൊക്കെ കഴിച്ച് നമ്മളുടെ നേരെ നടക്കുക. ആദ്യം